വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആനന്ദം. അപ്പോൾ ഇന്നലെ നമ്മൾ കേട്ടിട്ട് 2025 സൈക്കോളജിയുടെ സിലബസിനെ കുറിച്ചിട്ട് ഒരു പാർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ മുന്നോട്ട് കാണുക. ആദ്യമായിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് എന്താണെന്ന് വെച്ചാൽ ലേണിംഗ് ഡിസബിലിറ്റീസിനെ കുറിച്ചിട്ടാണ്. ഡിസ്കാൽക്കുലിയ, ഡിസ്ഗ്രാഫിയ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ലേണിംഗ് ഡിസബിലിറ്റീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഡിഫൈൻ മെക്കാനിസം, അതിൻ്റെ ബാക്കി ടോപ്പിക്സുകളെ കുറിച്ചിട്ടാണ്. ഡിഫൈൻ മെക്കാനിസമാണ് ആദ്യത്തെ ടോപ്പിക്കായിട്ട് വരുന്നത്. പ്രതിരോധ തന്ത്രം അല്ലെങ്കിൽ സമായോജന തന്ത്രം എന്നാണ് പറയുന്നത്. ഇത് സിഗ്മണ്ട് ഫ്രോയിഡാണ് അതിൻ്റെ ഫൗണ്ടർ വരുന്നത്. അപ്പോൾ അതിന് ഒരു 9ഓളം തന്ത്രങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് ക്ലാസ്സുകൾ ചെയ്യാം. പിന്നെയുള്ളൊരു ടോപ്പിക്കാണ് മൂല്യനിർണ്ണയത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, ടൂൾസ് ഫോർ ഇവാലുവേഷൻ. അപ്പോൾ അതിനെ കുറിച്ചിട്ടും നമുക്ക് വീഡിയോ ചെയ്യാം. പിന്നെയാണ് നമ്മുടെ വിലയിരുത്തൽ സമീപനം, അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്, അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്, അസസ്മെൻറ്റ് ആസ് ലേണിംഗ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടും നമുക്ക് കുറച്ച് പഠിക്കാനുണ്ട്. അതൊരു ടോപ്പിക്കാണ്. പിന്നീടാണ് നമ്മുടെ ഓർമ്മ അല്ലെങ്കിൽ സ്മൃതി, മെമ്മറി, അതിനെക്കുറിച്ചിട്ടുള്ള പഠനമുണ്ട്. അതിനെക്കുറിച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടിട്ടിൽ. പിന്നെ ഫൊർഗെറ്റിംഗ്, നമ്മളെന്തായാലും ഓർമ്മ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും മറവിയും കൂടിയും പഠിക്കണമല്ലോ. അപ്പോൾ ഫൊർഗെറ്റിംഗ് അതിനെക്കുറിച്ചിട്ടും നമുക്കുണ്ട്. 2 തരത്തിലുള്ള മറവിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നീടുള്ളതാണ് മോട്ടിവേഷൻ, അഭിപ്രേരണ. ഇതിൽ നിന്നും ചോദ്യങ്ങൾ കുറച്ച് കാണാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമുക്ക് പഠിക്കാം. പിന്നത്തെ ഒരു ടോപ്പിക്കാണ് വ്യക്തിത്വം അഥവാ പേഴ്സണാലിറ്റി. അതിൽ നമുക്ക് കുറച്ചധികം തന്നെ പഠിക്കാനുണ്ട്. ഇന സമീപനം, ടൈപ്പ് അപ്രോച്ച്, ട്രയറ്റ് അപ്രോച്ച്, അങ്ങനെയുള്ള കുറച്ച് അപ്രോച്ചുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പഠിക്കാം. അതിനെക്കുറിച്ചിട്ടും ക്ലാസ്സുകൾ ചെയ്യാം. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, സിഗ്മണ്ട് ഫ്രോയിഡ് നമ്മുടെ സൈക്കോളജിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു മനഃശാസ്ത്രജ്ഞനാണ്. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ സൈക്കോ അനലൈസിസ്, അതായത് തിയറി ഓഫ് സൈക്കോ അനലൈസിസ്, അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ മനോലൈംഗിക വികാസഘട്ടം, അങ്ങനെ ഘട്ടങ്ങളായിട്ട് അതുണ്ട്, ഓരോന്നായിട്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടും നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഈഗോ, സൂപ്പർ ഈഗോ, അതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് പഠിക്കാൻ. ഇതൊക്കെ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ നിയമങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടും നമുക്ക് കുറച്ച് പഠിക്കാനുണ്ട്. പോലീസ് ഫോഴ്സ് ഓഫ് മൈൻഡ്, പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി, അതുപോലെ പ്ലഷർ പ്രിൻസിപ്പിൾ, ഇതൊക്കെ ഏതാണ് എന്നൊക്കെ ചോദ്യങ്ങൾ വരാം. അപ്പം അതൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ നിയമങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കണം. പിന്നെയുള്ള ഒരു ടോപ്പിക്കാണ് വ്യക്തിത്വ മാപനം. അതിൽ സബ്ജക്റ്റീവ് മെത്തേഡ്, ഒബ്ജക്റ്റീവ് മെത്തേഡ്, പ്രൊജക്റ്റീവ് മെത്തേഡ്, അങ്ങനെ 3 മെത്തേഡുകളെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നീട് നമ്മൾ അതിൽ തന്നെയാണ് നമ്മുടെ പ്രൊജക്ഷൻ ടെസ്റ്റ്, അതുപോലെ ഹെർമാൻ റോർഷാക്ക് മഷോപ്പ് പരീക്ഷ, ഇങ്ക് പോട്ട് ടെസ്റ്റ്, അങ്ങനെയുള്ളതൊക്കെ പഠിക്കാനുണ്ട്. പിന്നത്തെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഇതിൽ നിന്നും എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുണ്ട്, എല്ലാ പരീക്ഷയിലും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അതായത് ജെൻഡർ ടേംസ്, ലിംഗപക്ഷപാതം, ലിംഗവിവേചനം, മുൻവിധിയോട് കൂടിയിട്ടുള്ള നോക്കിക്കാണൽ, ജെൻഡർ റൂൾസ്, ജെൻഡർ ഐഡൻറ്റിറ്റി, അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് അതായത് ജെൻഡർ ടേംസ് അതുണ്ട്. അതിനെക്കുറിച്ചിട്ട് നമുക്ക് വിശദമായിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യാം. പിന്നെയാണ് ഇൻ്റലിജൻസ്. അടുത്തൊരു ടോപ്പിക്കാണ് ഇൻ്റലിജൻസ്, അതായത് ബുദ്ധി, തിയറീസ് ഓഫ് ഇൻ്റലിജൻസ്, അതായത് ഏകഘടക സിദ്ധാന്തം, ദ്വിഘടക സിദ്ധാന്തം, ഗ്രൂപ്പ് ഫാക്ടർ തിയറി, മൾട്ടി ഫാക്ടർ തിയറി, ടാർക്കിക് തിയറി, സ്റ്റേൺബർഗിൻ്റെ. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് പഠിക്കാം. ഗിൽഫോർഡിൻ്റെ ത്രിമുഖ സിദ്ധാന്തമൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. 3 ഡയമെൻഷൻ, 3D ഡയഗ്രാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അത് പഠിക്കാം. പിന്നെ ഗാർഡനറിൻ്റെ ബഹുമുഖ സിദ്ധാന്തം, അതുപോലെ ടാർക്കിക് തിയറി, പിന്നെ നമ്മുടെ റേമൺ കെറ്റലിൻ്റെ ഫ്ലൂയിഡ് ഇൻ്റലിജൻസും ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസും അത് പഠിക്കാനുണ്ട്. അതിനെക്കുറിച്ചിട്ടും നമുക്ക് പഠിക്കാം. പിന്നെ നമ്മുടെ ഗ്രേഡിംഗ് സിസ്റ്റം, അതിനെക്കുറിച്ചിട്ട് നമ്മുടെ മാർക്കുകൾ, ഇൻഡയറക്റ്റ് ഗ്രേഡിങ്ങും അതുപോലെ തന്നെ ഡയറക്റ്റ് ഗ്രേഡിങ്ങും, അതിനെക്കുറിച്ചിട്ട് പഠിക്കണം. പിന്നെ അതുപോലെ സ്കാനിങ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ടൈപ്സ് ഓഫ് റീഡിങ്ങിൻ്റെ കുറച്ച് ഘട്ടങ്ങൾ, അതിനെക്കുറിച്ചിട്ട് നമ്മൾ പഠിക്കണം. പിന്നെ മെഷർമെൻറ്റ് ഓഫ് ഇൻ്റലിജൻസ്, അതിനെക്കുറിച്ച്, അതായത് IQ കാണാനൊക്കെ എങ്ങനെയാണെന്നൊക്കെ നമ്മളെപ്പോഴും അത് ചോദ്യം കാണാറുണ്ട്. IQ കാണാൻ മാനസിക വയസ്സ് ബൈ കാലിക വയസ്സ് × 100, അങ്ങനെ IQ കാണാം. അപ്പോൾ IQ ആരാണ് കൊണ്ടുവന്നത്, IQൻ്റെ ഫുൾ ഫോം എന്താണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. പിന്നെ ടെർമാൻ്റെ ക്ലാസിഫിക്കേഷൻ, ബുദ്ധിയുടെ വർഗീകരണം ഉണ്ട്. അതിനെക്കുറിച്ചിട്ടും നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടും നമുക്ക് ക്ലാസ്സുകൾ ചെയ്യാം. പിന്നെയാണ് ഇവാലുവേഷൻ, മൂല്യനിർണ്ണയം, ഫോർമേറ്റീവ് ഇവാലുവേഷനും സമ്മേറ്റീവ് ഇവാലുവേഷനും, അതൊക്കെ അതിനെക്കുറിച്ചിട്ട് പറയാം.
പിന്നെ നമ്മുടെ ആക്റ്റുകൾ, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആക്റ്റുകളെ കുറിച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ പഠിക്കേണ്ട, വിശദമായിട്ട് തന്നെ നമുക്കതിന് ക്ലാസ്സുകൾ ചെയ്യാം. മെൻ്റൽ ഹെൽത്ത് ആക്ട്, റീഹാബിലേഷൻ കൗൺസിൽ ആക്ട്, നാഷണൽ ട്രസ്റ്റ് ആക്ട്, അതുപോലെ PWD ആക്ട്, RPWD ആക്ട്, PWനെ മോഡിഫൈ ചെയ്തതാണ് RPWD ആക്ട്, അതായത് 2016. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് പഠിക്കാം. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ കുറച്ച് ടോപ്പിക്സേ ആയിട്ടുള്ളൂ, മുഴുവനായിട്ടില്ല. എന്നാലും കുറച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ ഓരോരോ വീഡിയോ ആയിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ ഓരോന്നായിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞതൊക്കെ മനസ്സിലായെങ്കിൽ അതുപോലെ തന്നെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എൻ്റെ വീഡിയോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താലാണ് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിൻ്റെയൊക്കെ ഇപ്പോൾ പറഞ്ഞതിൻ്റെയൊക്കെ ഓരോരോ പാർട്ടായിട്ട് നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോന്നും പഠിക്കാം. കേട്ടിട്ട് എക്സാമിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്രാവശ്യം തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് പിന്നെ കാണാം. ബൈ.